ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. എഫ് സി ഗോവയ്ക്കെതിരെയുള്ളൊരു മാച്ച് കഴിഞ്ഞു. ഒരു തോൽവിയിലാണ് ആ ഒരു മാച്ച് അവസാനിപ്പിച്ചത്. 1-0 എന്നുള്ളൊരു തോൽവി. ആൻഡ് വീണ്ടും ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് എന്നുള്ളൊരു തോൽവി എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് ഇനി വരാൻ പോകുന്ന മാച്ച് ബാംഗ്ലൂർ എഫ് സിയുടെ എതിരാണ്. ഹോം മാച്ചല്ല, നമ്മുടെ 2 ഫിക്സ്ചേഴ്സിൽ ഒന്നാമത്തെ ഫിക്സ്ചർ ഹോമിൽ വെച്ച് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഫിക്സ്ചറാണ് വരാൻ പോണത്. കണ്ടിരവിയിൽ വെച്ചിട്ടാണ് ഈ ഒരു കളി. സോ ആ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ച് ടോക്ക് ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മാച്ചിൻ്റെ ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് ഞാൻ ഇട്ടില്ല. സോ ആ ഒരു മാച്ചിനെ കുറിച്ച് ആദ്യം പറയാം. എഫ് സി ഗോവയ്ക്കെതിരെയുള്ളൊരു മാച്ചിൽ നമുക്ക് അതായത് എഫ് സി ഗോവ ഇറങ്ങിയത് ഒരു 4-2-3-1 ഫോർമേഷനിലായിരുന്നു. നമ്മളും സെയിം ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബട്ട് കഴിഞ്ഞ മാച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 2 ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ചേഞ്ച്, നമ്മൾ കോറോവിന് പകരം രാഹുൽ KPനെ ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ചെന്നൈൻ്റെ എതിരെയുള്ളൊരു മാച്ചിൽ ആ ഒരു ഗോൾ അടിച്ചതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കാം കോച്ച് രാഹുലിനെ ഇറക്കിയിട്ടുണ്ടാകുക. ബട്ട് രാഹുലിന് ആ ഒരു പൊസിഷൻ ഓക്കെ ആണ്. ബട്ട് ചില സമയത്ത് ഇതേപോലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും പിന്നെ മിസ് പാസും ആ ഒരു പൊസിഷനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കോറോവിനെ തന്നെ പതിയെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കോറോവിനെ ഇട്ട് കഴിഞ്ഞാൽ അത്ര പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നത്തെ ഒരു ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ സന്ദീപായിരുന്നു അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് എഫ് സി ഗോവയ്ക്കെതിരെ ഹോർമിപ്പാമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെൻട്രലിൽ പ്രീതം കോട്ടാൽ ആൻഡ് മിലോസ് കോംബോ. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നമ്മുടെ സാധാ ഉള്ള പോലെ നവോച്ചൻ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു പേഴ്സ്പെക്റ്റീവ് വരെ ഒരു ഭാഗം വരെ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹോർമിപ്പാം നല്ല എഫേർട്ട് ഇട്ടാണ് കളിച്ചത്. ആ മാച്ചിൽ ഫുൾ ഇലക്ട്രിഫൈഡ് ആയിട്ട് കളിച്ചതും നല്ല എഫേർട്ടും ചത്ത് കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഹോർമിപ്പാം. സോ അപ്പോൾ ചേഞ്ചുകളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ 2 ചേഞ്ച് എത്രത്തോളം ആ ഒരു മാച്ചിനെ മാറ്റി എന്നുള്ളത് നമുക്ക് അതിൽ പറയാൻ പറ്റും. പിന്നെ സച്ചിൻ്റെ ഒരു ക്രോസ് പ്രതീക്ഷിച്ച് സച്ചിൻ നിൽക്കുമ്പോഴായിരുന്നു ബോറിസിൻ്റെ ഒരു ഡയറക്റ്റ് ഷോട്ട് വന്നത്. ചിലപ്പോൾ ക്രോസിന് തന്നെ ആവും ട്രൈ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ആ ബോൾ അങ്ങനെ വന്നു, ഓഫിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തടഞ്ഞിട്ട് പക്ഷേ പോസ്റ്റിന് വിളിക്കാണ് ബോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഗോൾ വീണു. പിന്നെ പല സിറ്റുവേഷൻസിലും നമുക്ക് ലാസ്റ്റ് ചാൻസ് സന്ദീപിന് കിട്ടിയത് അങ്ങനെ ഔട്ട് ഫുട്ട് കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് അടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ഔട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു ബാഡ് ലക്ക് എന്നുള്ള ഫാക്ടർ ചില നേരത്തെ ആ ഒരു മാച്ചിൽ കണ്ട പോലെ തോന്നി. ആൻഡ് ഇനി വരാൻ പോകുന്ന ഒരു മാച്ചിനെ കുറിച്ച്, അതായത് ബാംഗ്ലൂരുടെ എതിരെയുള്ള മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്കറിയാം ഈ ഒരു മാച്ചിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, ആ ഒരു പൾസ് എത്രയാണ് നമുക്കറിയാം. പിന്നെ കണ്ടീരവയിൽ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും അവിടെ വെച്ച് നടന്നൊക്കെ ഓർമ്മ ഉണ്ടാവും. ആൻഡ് പെരേര ഡയസ് ആ ഒരു ടീമിലാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ മാച്ചിൻ്റെ, അതായത് കഴിഞ്ഞ ബംഗളൂരു മാച്ചിൻ്റെ എതിരെ പറഞ്ഞ പോലെ പെരേര ഡയസും ബംഗളൂരു എഫ് സിയും പകയ്ക്കൊപ്പം പക ചേർന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും പറ്റിയില്ല. അവിടെ പോയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എങ്ങനെയായാലും ഈ ഒരു മാച്ച് ഇപ്പോൾ നോവാസുദ്ദീന് ആ ഒരു മാച്ച് മിസ്സായ പോലെ ഈ ഒരു മാച്ച് മിസ്സാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഗോവയ്ക്കെതിരെയുള്ള മാച്ചിൽ എവിടേക്കോ നോവയും ഒരു ഇതില്ലാത്ത പോലെ തോന്നി. പിന്നെ ഗോവയ്ക്കെതിരെയുള്ള മാച്ചിലാണ് നമ്മൾ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാണ്ട് നമ്മുടെ എതിർ ടീമിൻ്റെ വല കുലുക്കാണ്ട് നമ്മൾ പോകുന്നൊരു മാച്ചുള്ളത്. സോ അതുപോലൊന്നും ആവാതിരിക്കട്ടെ. നമ്മളാണ് ബംഗളൂരുയുടെ ആ ഒരു ക്ലീൻ ഷീറ്റ് റണ്ണ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് ജയിച്ച് പോരാൻ പറ്റട്ടെ ഈ ഒരു മാച്ചിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ബിലോ. അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം ഷെയർ ചെയ്യണമായിരിക്കും. ആദ്യം ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഏരിയയാവും. സോ സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് click the bell icon on. So ഈ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.